വിശദമായി നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എവിടെയാണ് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ നേടി എന്നുള്ളത്. തീർച്ചയായും UDF സന്തോഷിക്കാം. 31 ഇടങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിലാണ് UDF വിജയിച്ചത്. നോക്കൂ, തിരഞ്ഞെടുപ്പ് നടന്നത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 31 വാർഡുകളിലേക്കാണ്. UDF 16 സീറ്റുകളും LDF 11 സീറ്റുകളുമാണ് കിട്ടിയത്. UDF മേൽക്കൈ ഉണ്ടായി. NDAക്ക് 3 സീറ്റുകളും 1 സീറ്റ് സ്വതന്ത്രനും കൊണ്ടുപോയി. LDF ഭരണനഷ്ടം 3 പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലാണ്. LDF ഭരിച്ചിരുന്ന തൃശൂർ നാട്ടിക പഞ്ചായത്ത് നഷ്ടപ്പെട്ടു, പാലക്കാട് തച്ചമ്പാറ നഷ്ടപ്പെട്ടു, ഇടുക്കി കരിമണ്ണൂർ നഷ്ടപ്പെട്ടു. 3 പഞ്ചായത്തുകൾ LDF നഷ്ടപ്പെട്ടു. നാട്ടികയിലെ നേട്ടം വളരെ വേഗമൊന്ന് നോക്കി വന്നാൽ, നേരത്തെ LDF 6 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 സീറ്റുകളായി കുറഞ്ഞിരിക്കുന്നു. നേരത്തെ 5 വാർഡുകൾ ഉണ്ടായിരുന്ന നാട്ടികയിലെ UDF ഇത്തവണ 1 സീറ്റുകൾ കൂടി നേടി 6 സീറ്റുകളായി മാറിയിരിക്കുന്നു. പിടിച്ചെടുത്തത് നാട്ടികയിലെ LDF വാർഡാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. BJP 3 സീറ്റുകളായിരുന്നു നേരത്തെ. ഇക്കുറിയും 3 സീറ്റുകൾ തന്നെ നാട്ടികയിൽ BJP നിലനിർത്തുന്നു. ഇനി കരിമണ്ണൂരിലെ കളികളൊന്ന് നോക്കിയാൽ, നേരത്തെ ടോസിങ്ങിലൂടെ LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. LDF സ്വതന്ത്രൻ കൂറുമാറി അയോഗ്യനായി ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതോടുകൂടി UDF ഭരണത്തിലേക്ക് എത്തുന്ന കാഴ്ചയുണ്ടായി. നേരത്തെ LDFും UDFും 7 വീതം വാർഡുകളിലാണ് വിജയിച്ചു നിന്നത്. ടോസിങ്ങിലൂടെ LDF ഭരണം കിട്ടി. ആ കരിമണ്ണൂരിലെ LDF ഭരണം അവസാനിച്ചത് LDF സ്വതന്ത്രൻ കൂറുമാറിയപ്പോൾ അയോഗ്യനാവുകയും അയോഗ്യനായതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ UDF 8, LDF അവരുടെ 7-ൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു. അതോടുകൂടി 6 മാറുകയും ചെയ്തു. അങ്ങനെ ഇടുക്കിയിലെ കരിമണ്ണൂരിലും UDF മേൽക്കൈ. ഇനി പാലക്കാട് തച്ചമ്പാറയിലെ തോൽവി. നേരത്തെ LDF 8 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ 1 സീറ്റ് നഷ്ടപ്പെട്ടു. LDF 7ലേക്ക് ചുരുങ്ങി. നേരത്തെ UDF 7 വാർഡുകൾ ഉണ്ടായിരുന്നു. 1 വാർഡ് പിടിച്ചെടുത്ത് 8 ഉയർത്തി. അങ്ങനെ പാലക്കാട് തച്ചമ്പാറയിലെ പഞ്ചായത്തും LDF നിന്ന് UDF പിടിച്ചെടുത്തു. LDF പിടിച്ചെടുത്ത വാർഡുകൾ കൊല്ലത്ത് തേവലക്കര, കൊല്ലത്ത് നടുവിലക്കര, കൊല്ലത്ത് തെറ്റുമുറി, കോട്ടയത്ത് അതിരമ്പുഴ തുടങ്ങിയ വാർഡുകൾ LDFും പിടിച്ചെടുത്തു. ആലപ്പുഴ പത്തിയൂരിലെ എരുവ പിടിച്ചു കോൺഗ്രസ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം. CPM വിട്ട് BJPയിലെത്തിയ വിപിൻ സി ബാബുവിൻ്റെ വീടുള്ള വാർഡാണ് ഈ പത്തിയൂർ. ആ പത്തിയൂരിൽ LDF ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാർഡ് UDF പിടിച്ചെടുത്തു എന്നതാണ് വിഭാഗീയത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതിൻ്റെ തെളിവ്. ചുരുക്കത്തിൽ 3 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. 9 സിറ്റിംഗ് വാർഡുകൾ LDF നഷ്ടപ്പെട്ടു. LDF സിറ്റിംഗ് സീറ്റുകളിൽ UDF അട്ടിമറി വിജയം നേടി. ഇതൊരു ട്രെൻഡിന്റെ സൂചനയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നു. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ട്രെൻഡാണോ ഇനി പ്രതിഫലിക്കാൻ പോകുന്നത്? Debate with Dr. Arun Kumar.